എന്ത് രസമായിട്ടായിരിക്കുന്നത്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത്. ഞാൻ ഓർത്തു അവൻ എൻ്റെ അടുത്ത് വന്ന് റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് കണ്ടോ അവൻ്റെ ഉദ്ദേശം. അവനവിടെ മേളിൽ ഇരുന്നുകൊണ്ട് തോണ്ടുക. പിന്നെ ഞാൻ താഴെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഈ താരം കിടന്നുറങ്ങുക എന്നുള്ള കാര്യം. അവനവിടെ ചുമ്മാതിരിക്കുമായിരുന്നു. കണ്ടോ അവൻ്റെ അഹങ്കാരം കണ്ടോ അവൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട്. ഇതാണ് തുടക്കം, റൗണ്ട് 2. കഴിഞ്ഞ ദിവസത്തെ ബാക്കി. ഇത് തുടർച്ചയാണിവിടെ. എന്നിട്ട് അവന് വിവരമുണ്ട്. അവൻ മുന്നേ കൂടെ പോകത്തില്ല, അവൻ പുറകെ കൂടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അവനറിയാം അവന് ഫ്രണ്ടിലായിരിക്കുമല്ലോ. അവനെ പുറകിൽ നിന്ന് പിടിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജിഞ്ചർ ഭയങ്കര സാധനമാണ്. ജിഞ്ചർ മാന്തി കീറും അവനെ. പിന്നെ അവൻ്റെ സ്ഥിരമടവാണ് സ്ലോ മോഷൻ. പമ്മി പോവാ. കിട്ടും ഇപ്പം ജിഞ്ചറിൻ്റെ കയ്യിൽ നിന്ന്. നമുക്കിനി ഒരാളും കൂടെ വേണമല്ലോ, റഫറി. അതുമുണ്ട്, എല്ലാവരും ഉണ്ട്. മെയിൻ റഫറി ടേബിളിൽ തന്നെ ഉണ്ട്, റിങ്ങിൽ. റഫറി വന്നിട്ട് അവരടി തുടങ്ങുള്ളൂ. വന്നല്ലോ റഫറി. സിംബയാണ് റഫറി. ചെറിയ ആളെ പഠിപ്പിക്കുകയാണ് മൂത്ത ആൾക്കാർ എങ്ങനെ വേണം. പതുക്കെ അഡ്വാൻസ് മൂവിലേക്ക് തിരിയും. ഇപ്പം അവന് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോരോ അടി. അതാണ് നല്ലൊരു പഞ്ച്. ഇതാണ് അടുത്ത. ഇനി ബാക്കി എന്തുവാ? ഈ പ്രാവശ്യം ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നോക്കാം എവിടം വരെ പോകുമെന്ന്. അവൻ പതുക്കെ സ്കൂട്ടാകുക. ഇറങ്ങിന്ന് താഴെ ഇറങ്ങി. ഇപ്പോൾ അതാ പോന്നു. എന്നാൽ അടങ്ങിയിരിക്കുകയല്ല, പിന്നെയും പോവാ ചൊറിയാൻ. എന്നാൽ അതുകൊണ്ട് നിർത്തി അങ്ങ് ഇവിടെ ഇരുന്നാൽ പോരെ? അതൊന്നുമില്ല. നോക്കുവാ ഇനി എവിടിട്ട് അടിക്കണമെന്ന്. റിങ്ങിന്ന് താഴെയുള്ള അടിയൊന്നും വേണ്ട. അപ്പം വെള്ളം ഒഴിക്കുക തന്നെ പറ്റും.